PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചാനലിലൂടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ലൈവ് സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. പിന്നെ നമ്മുടെ ടെലഗ്രാമിൽ എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ. കാരണം നിങ്ങൾ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക് ഏതാണ് എന്നുള്ളത് നമ്മൾ ടെലഗ്രാമിലാണ് മെസ്സേജ് ചെയ്യുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാമിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക്കിൻ്റെ ക്ലാസ് പിറ്റേ ദിവസം കാലത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യും. ക്ലാസ് കണ്ട് നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കി പഠിക്കും. അതിനുശേഷം ആ ദിവസം തന്നെ രാത്രി 8 മണിക്ക് നമ്മൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങൾ, അതായത് PSC ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ ചോദിച്ചതും നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ സിലബസ് പ്രകാരം നടന്നിട്ടുള്ള പരീക്ഷകൾ, ഇപ്പോൾ 10th മെയിൻസ്, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OAL, LDC പോലുള്ള പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, ഇതെല്ലാം നമ്മൾ രാത്രി 8 മണിയുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ന്യൂ SCRT, കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്ക് നമ്മുടെ കൂടെ എത്താൻ വേണ്ടി പറ്റുന്നതാണ്. നല്ലൊരു റാങ്കിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ സിനോണിംസ് എന്ന് പറയുന്ന ഭാഗം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. വൊക്കാബുലറി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എല്ലാവർക്കും ബുദ്ധിമുട്ടാന്നുള്ളത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇംഗ്ലീഷിൽ സിനോണിംസ് എന്ന് പറയുന്ന ഭാഗം കുറേയധികം സിനോണിംസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. PSC ഒരുപാട് ചോദിക്കാറുമുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഓർത്ത് വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കണക്ഷൻസും കോഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് 50 സിനോണിംസ് ആണ് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ ചെറിയ കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. സിനോണിംസ് ആണ് പറയുന്നത്. ഞാനതിൻ്റെ മീനിങ്ങും കൂടെ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. മീനിങ് വെച്ച് പഠിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പഠിച്ച് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീനിങ്ങും എടുത്തിട്ടുണ്ട്, സിനോണിം പറയുന്നുണ്ട്. അപ്പോൾ നോക്കുക, ആദ്യത്തെ വേർഡ് വിസാർഡ് ആണ്. വിസാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മാൻ ഹു ഹാസ് മാജിക്കൽ പവേഴ്സ്, അതാണ് വിസാർഡ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സിനോണിം എന്താ? മജീഷ്യൻ. അപ്പോൾ നമുക്ക് എങ്ങനെ ഓർക്കാൻ വേണ്ടി പറ്റും? വിസാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ ഓർമ്മ വരുന്നത്? ലിസാർഡ് എന്ന് ഓർമ്മ വരും അല്ലേ, ലിസാർഡ്. അപ്പോൾ ഈ മജീഷ്യന്മാരൊക്കെ എന്ന് പറയുമ്പോൾ പൂച്ചേനെ നായ്ക്കുട്ടിയാക്കും അല്ലേ, പ്രാവിനെ തത്തയാക്കുന്നു, പല്ലിയെ പാറ്റയാക്കുന്നു. ആ ഒരു രീതിക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തൂടെ, പല്ലീനെ പാറ്റയാക്കുന്നു. അപ്പോൾ ലിസാർഡിനെ മാറ്റി കോക്രോച്ച് ആക്കുന്നു എന്നുള്ള രീതിക്കൊക്കെ വിസാർഡ്, മജീഷ്യൻ എന്ന് ഓർക്കാവോ? അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന സമയത്ത് പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അത് ഓർമ്മ വന്നോളും. അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് പറയുന്നത്. അപ്പോൾ വിസാർഡ്, മജീഷ്യൻ, ലിസാർഡിനെയൊക്കെ മാറ്റി വേറെ എന്തെങ്കിലുമൊക്കെ ജീവിയാക്കുന്നു എന്നുള്ള രീതിക്ക് ജസ്റ്റ് ഓർക്കാമല്ലോ. അപ്പോൾ വിസാർഡ്, മജീഷ്യൻ. അടുത്ത വേർഡാണ് ഡിസ്മൽ. PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു വേർഡാണ് ഡിസ്മൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂമി ആണ് അതിൻ്റെ സിനോണിം. മീനിങ് എന്താ? കോസിങ് എ മൂഡ് ഓഫ് ഗ്ലൂം ഓർ ഡിപ്രഷൻ ആണ് മീനിങ്. അപ്പോൾ ഡിസ്മൽ ഗ്ലൂമി ആണ്. എങ്ങനെ ഓർക്കാൻ വേണ്ടി പറ്റും? ഡിസ്മൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്നും ഡിസ്മിസ് എടുക്കാം അല്ലേ. നമ്മളിപ്പോൾ ഒരു ജോലിയിൽ നിന്നും ഡിസ്മിസ് ചെയ്തു, നമ്മളെങ്ങനെ ഇരിക്കും? വളരെ ഗ്ലൂമി ആയിട്ടല്ലേ ഇരിക്കുക. അപ്പോൾ ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാൽ, ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂമി ആയിട്ടിരിക്കും എന്നുള്ളത് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ? ഡിസ്മൽ, ഗ്ലൂമി ഓർത്തിരിക്കാൻ പറ്റും. നെക്സ്റ്റ് വേർഡ് എംബസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീൽ ഓർ മിസ്അപ്രോപ്രിയേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സിനോണിം എന്താ? മിസ്അപ്രോപ്രിയേറ്റ്. എംബസിൽ, മിസ്അപ്രോപ്രിയേറ്റ് എങ്ങനെ ഓർക്കാം? എംബസിൽ എന്ന് പറയുമ്പോൾ നമുക്ക് പസിൽ എടുക്കാം. നമ്മൾ പസിലൊക്കെ കളിക്കത്തില്ലേ? പസിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അവിടെ എങ്ങനെയാണ്? മിസ്അപ്രോപ്രിയേറ്റ് ആയിട്ടായിരിക്കും വേർഡ്സും കാർഡ്സും ഒക്കെ മിസ്അപ്രോപ്രിയേറ്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. ആ ഒരു രീതിയിൽ നമുക്ക് എംബസിൽ, മിസ്അപ്രോപ്രിയേറ്റ് എന്ന് ഓർക്കാമല്ലോ. അടുത്തത് വാലർ എന്ന് പറയുമ്പോൾ ഗ്രേറ്റ് കറേജ് ഇൻ ദ ഫേസ് ഓഫ് ഡേഞ്ചർ എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ അതിൻ്റെ സിനോണിം എന്താ? കറേജ് ആണ്. വാലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറേജ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ വാലർ എന്നുള്ളതിൽ നിന്ന് നമുക്ക് എന്നുള്ളതിൽ നിന്നും വാനും ലോർ എന്നുള്ളതിൽ നിന്നും ലോറി ആയിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വാനും ലോറിയൊക്കെ നമുക്ക് ഓടിക്കണമെങ്കിൽ കുറച്ച് കറേജ് വേണം എന്നുള്ള രീതിക്ക് ജസ്റ്റ് ഒന്ന് ഓർക്കാം കേട്ടോ. ആ വേർഡിൽ നിന്ന് വേറെ ഒന്നും കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ വാനും ലോറിയൊക്കെ നമുക്ക് ഓടിക്കണമെങ്കിൽ കുറച്ച് കറേജ് വേണം. അപ്പോൾ വാലർ എന്താണ്? കറേജ് ആണ്. അടുത്തത് പ്ലസൻറ്റിൻ്റെ സിനോണിം എന്താ? ചിയർഫുൾ ആണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഗിവിങ് എ സെൻസ് ഓഫ് ഹാപ്പി, സാറ്റിസ്ഫാക്ഷൻ ഓർ എൻജോയ്മെൻറ്റ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പ്ലസൻറ്റ്, ചിയർഫുൾ അതെല്ലാവർക്കും അറിയുന്നതാണെന്ന് വിശ്വസിക്കുന്നു. പ്ലസൻറ്റ് എന്താണ്? ചിയർഫുൾ. നെക്സ്റ്റ് സ്മിയർ എന്ന് പറയുമ്പോൾ സ്പ്രെഡ് ഓവർ എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ സ്പ്രെഡ് നമുക്ക് എങ്ങനെ ഓർക്കാൻ വേണ്ടി പറ്റും? ഇപ്പോൾ നമ്മൾ ബ്ലഡ് സ്മിയർ ഒക്കെ നമ്മൾ പഠിക്കാറില്ലേ, ബ്ലഡ് സ്മിയർ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ബ്ലഡ് അല്ലേ, സ്പ്രെഡ് ഓവർ ആണ്, സ്പ്രെഡ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ സ്മിയർ, സ്പ്രെഡ്, ജസ്റ്റ് അത് കണക്ട് ചെയ്യാം കേട്ടോ.
അടുത്തത് ഷഡർ. ഷഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഷേക്ക് ബിക്കോസ് യു ആർ ഫ്രൈറ്റൻഡ് എന്നുള്ളൊരു മീനിങ് ആണ്. ഷിവർ, ട്രെമ്പിൾ, ക്യുവർ ഇതൊക്കെ എന്താ ഷഡറിൻ്റെ സിനോണിമാണ്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് ഷഡർ എന്നുള്ളത് ഷട്ടർ എന്നെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ബാറൊക്കെ ഉണ്ടല്ലോ, ബാറൊക്കെ എന്താണ് അതിൻ്റെ ഷട്ടറൊക്കെ ഇങ്ങനെ അടച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ മദ്യം കിട്ടാതെ ആളുകൾ എന്താണ് നിന്ന് വിറയ്ക്കാൻ തുടങ്ങും, അല്ലെ മദ്യമൊക്കെ കഴിക്കുന്ന ആളുകൾ നിന്ന് വിറയ്ക്കാനായിട്ട് തുടങ്ങില്ലേ, ഷിവർ ചെയ്യും എന്നുള്ള രീതിയിൽ കേട്ടോ ഷട്ടർ. അപ്പോൾ മദ്യത്തിൻ്റെ ഷോപ്പിൻ്റെയൊക്കെ ഷട്ടറൊക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ മദ്യം കിട്ടാതെ വരുമ്പോൾ അവരെന്താണ് നന്നായിട്ട് ഷിവർ ചെയ്യും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർക്കുക. അപ്പോൾ ഷഡർ എന്താ ഷിവറാണ്. അതുപോലെ ട്രെമ്പിൾ, ക്യുവർ ഓർക്കുക കേട്ടോ. അപ്പോൾ ഷിവർ എന്ന് പറഞ്ഞ് തന്നിട്ട് അതിൻ്റെ സിനോണിമായിട്ട് ട്രംബിൾ അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഷിവർ, ട്രംബിൾ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ക്യുവർ, ട്രംബിൾ ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ട്രംബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഓർക്കുക. ഷിവർ, ക്യുവർ. ക്യുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഷിവർ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഓർക്കാം. ഈ മദ്യ ഷോപ്പിൽ തന്നെ ഇങ്ങനെ ആളുകൾ ക്യൂ നിൽക്കത്തില്ലേ, അപ്പോൾ ക്യൂ നിന്നിട്ട് അവർക്ക് മദ്യം കിട്ടാതായി കഴിഞ്ഞാൽ അവരെന്താ ഷിവർ ചെയ്യും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർക്കാം. ഓക്കെ, അപ്പോൾ ഷട്ടർ തുറക്കാതിരുന്നാലും അതുപോലെ മദ്യം കിട്ടാതെ ക്യൂ നിന്ന് കഴിഞ്ഞാലും അവരെന്താണ് ഷിവർ ചെയ്യും എന്നുള്ള രീതിയിൽ ഷഡർ ഓർക്കാം, ക്യുവറും ഓർക്കാം. പിന്നെന്താ ട്രെമ്പിളും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ട്രെമ്പിൾ ഓർക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ട്രെമ്പിൾ എന്നുള്ളപ്പോൾ നമുക്ക് ട്രബിളായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മദ്യം കിട്ടാതെ ഇങ്ങനെ ഷിവർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ട്രബിളാണ് അവർക്ക് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ട്രെമ്പിൾ ഒന്ന് ഓർക്കാൻ നോക്കുക കേട്ടോ. അടുത്തത് സ്റ്റാർട്ടിൽ. സ്റ്റാർട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈറ്റൻ, സ്കെയർ ഒക്കെയാണ് അതിൻ്റെ സിനോണിം വരുന്നത്. മീനിങ് എന്താ കോസ് ടു ഫീൽ സഡൻ ഷോക്ക് ഓർ അലാം, അതാണ് സ്റ്റാർട്ടിലിൻ്റെ മീനിങ്. അപ്പോൾ ഫ്രൈറ്റൻ, സ്കെയർ എന്നുള്ള മീനിങ് ഒക്കെയാണ് സ്റ്റാർട്ടിൽ. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മളൊരു പുതിയൊരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ഫ്രൈറ്റും അല്ലേ ഒക്കെ ഉണ്ടാവും എന്നുള്ളൊരു രീതിക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. സ്റ്റാർട്ടിൽ എന്താണ് ഫ്രൈറ്റൻ, സ്കെയർ എന്നുള്ള മീനിങ് ആണ്. അടുത്തത് റിട്രീറ്റ്. റിട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മൂവ് ബാക്ക് ഓർ വിഡ്രോ. ടു മൂവ് ബാക്ക് ഓർ വിഡ്രോ ആണ് മീനിങ്. അപ്പോൾ അതിൻ്റെ എന്താ സിനോണിം എന്ന് പറയുന്നത് വിഡ്രോയും റിട്ടയറും ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ജോലിയിൽ നിന്നും റിട്ടയർ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കളൊക്കെ നമ്മളോട് ട്രീറ്റ് ചോദിക്കും എന്നുള്ള രീതിക്ക് ജസ്റ്റ് ഓർക്കാം കേട്ടോ. നമ്മൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ റിട്ടയറൊക്കെ ആയി ഇനി ഹാപ്പി ലൈഫാണ്, ട്രീറ്റ് വേണം എന്നൊക്കെ രീതിയിൽ ബന്ധുക്കളൊക്കെ ചോദിക്കും എന്നുള്ള രീതിക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ റിട്രീറ്റ് എന്താണ് വിഡ്രോ അല്ലെങ്കിൽ റിട്ടയർ ആണ്. അടുത്തത് റെറ്റിസെൻറ്റ്. റെറ്റിസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് റിവീലിംഗ് വൺസ് തോട്ട്സ് ഓർ ഫീലിങ്സ് റെഡിലി എന്നുള്ള മീനിങ് ആണ് റെറ്റിസെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. റെറ്റിസെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് റിവീലിംഗ് വൺസ് തോട്ട്സ് ഓർ ഫീലിങ്സ് റെഡിലി, അതാണ് റെറ്റിസെൻ്റ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സിനോണിംസ് എന്താണ് വരുന്നത്? റിസർവ്ഡ്, ഇൻട്രോവേർട്ടഡ്, റീസ്ട്രെയിൻഡ്, ഇൻഹിബിറ്റഡ് എന്നുള്ള മീനിങ് ഒക്കെയാണ് കേട്ടോ. റെറ്റിസെൻ്റ് എന്താണ്? റിസർവ്ഡ്, ഇൻട്രോവേർട്ടഡ്, റിസ്ട്രെയിൻഡ്, ഇൻഹിബിറ്റഡ് എന്നുള്ള സിനോണിംസ് എല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ റെറ്റിസെൻ്റ് ഓർത്തിരിക്കുക, റെറ്റിസെൻ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനോണിംസ് കിട്ടിയോ? ഒന്നുകൂടെ പറയാം. വിസാർഡ് എന്താണ്? മജീഷ്യൻ. നമ്മളെങ്ങനെ ഓർത്തേ? ലിസാർഡിനെയൊക്കെ കോക്രോച്ചൊക്കെ ആക്കി മാറ്റും എന്നുള്ള രീതിയിൽ അല്ലേ മജീഷ്യൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ വിസാർഡ്, മജീഷ്യൻ. ഡിസ്മൽ, ഗ്ലൂമി ആണ്. നമ്മൾ ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂമി ആയിട്ടിരിക്കുന്ന രീതിയിൽ ഓർക്കുക. എംബസൽ എന്ന് പറയുമ്പോൾ മിസ്അപ്രോപ്രിയേറ്റ്, ബസ്സിലൊക്കെ നല്ല മിസ്അപ്രോപ്രിയേറ്റ് ആയിട്ടാണ് തന്നിട്ടുണ്ടാവുക എന്നുള്ള രീതിയിൽ. വാലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറേജ് അല്ലേ, വാനും ലോറിയൊക്കെ ഓടിക്കണമെങ്കിൽ കറേജ് വേണം എന്നുള്ള രീതിയിൽ ഓർക്കുക. പ്ലസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിയർഫുൾ ആണ്. സ്മിയർ എന്താണ്? സ്പ്രെഡ് ആണ്, ബ്ലഡ് സ്മിയർ ഓർക്കാൻ പറഞ്ഞു. ഷഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷട്ടർ തുറക്കാതിരുന്നാൽ എന്താ? ഷിവർ ചെയ്യുന്നുള്ള രീതിയിൽ അല്ലേ. ഇപ്പോൾ ഷഡർ, ഷിവർ. അതുപോലെ ട്രംബിൾ, ക്യൂവിൽ നിന്നിട്ട് മദ്യം കിട്ടിയില്ലെങ്കിലും ഷിവർ ചെയ്യും, അതൊക്കെ ഭയങ്കര ട്രബിൾ ആണെന്നുള്ള രീതിയിൽ ട്രംബിൾ ഓർത്തിരിക്കുമല്ലോ. സ്റ്റാർട്ടിൽ എന്താണ്? ഫ്രൈറ്റ്. നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊരു ഫ്രൈറ്റ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർക്കുക. റിട്രീറ്റ് എന്താണ്? വിഡ്രോ അല്ലെങ്കിൽ റിട്ടയർ അല്ലേ, നമ്മൾ ജോലിയിൽ നിന്ന് റിട്ടയർ ആകുമ്പോൾ ട്രീറ്റ് ചോദിക്കുന്ന രീതിയിൽ റിട്രീറ്റ് ഓർത്തിരിക്കുക. റെറ്റിസെൻ്റ് എന്ന് പറയുമ്പോൾ റിസർവ്ഡ്, ഇൻട്രോവേർട്ടഡ്, റീസ്ട്രെയിൻഡ്, ഇൻഹിബിറ്റഡ്. ഓക്കെ, ഇനി അടുത്ത വേർഡ്സ് നോക്കാം. സബ്സിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ, ഫിനാൻഷ്യൽ എയ്ഡ് അല്ലെങ്കിൽ സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സിനോണിംസ് എന്ന് പറയുന്നത് അലോവൻസ്, എയ്ഡ് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതിങ്ങനെ നമുക്ക് ഓർക്കാം. സബ്സിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നതല്ലേ, നമുക്ക് ഇപ്പോൾ റേഷൻ കടയിൽ നിന്നും സബ്സിഡി തരുന്നു അല്ലേ, അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ സബ്സിഡി എന്താണ്? അലോവൻസ് അല്ലെങ്കിൽ എയ്ഡ് ആണ്. ഇനി പ്രോക്സിമിറ്റി എന്താ? പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയർനെസ് ഇൻ സ്പേസ്, ടൈം ഓർ റിലേഷൻഷിപ്പ് എന്നുള്ളൊരു മീനിങ് ആണ് പ്രോക്സിമിറ്റി. അതായത് ക്ലോസ്നെസ്, നിയർനെസ് എന്നുള്ള മീനിങ് ആണ് പ്രോക്സിമിറ്റി എന്താണ്? നിയർനെസ് അല്ലെങ്കിൽ ക്ലോസ്നെസ് കേട്ടോ. ഇനി ഡിസ്ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ലൈക്ക്, റിവൽഷൻ എന്നുള്ള ഒരു മീനിങ് ഒക്കെയാണ്, അതൊക്കെയാണ് സിനോണിംസ് വരുന്നത് കേട്ടോ. ഡിസ്ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ലൈക്ക്. അപ്പോൾ എ ഫീലിംഗ് ഓഫ് റിവൽഷൻ ഓർ ഡിസപ്രൂവൽ ആണ്
ഡിസ്ഗസ്റ്റിൻ്റെ മീനിങ്. അപ്പോൾ ഇത് സിനോണിംസ് എങ്ങനെ ഓർക്കാം? ഡിസ്ഗസ്റ്റ്, ഡിസ്ലൈക്ക് എന്നുള്ളത് എങ്ങനെ ഓർക്കാം? നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ വീട്ടിലൊക്കെ പറയാതെ ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെടില്ല എന്നുള്ള രീതിയിൽ ഡിസ്ഗസ്റ്റ്, ഡിസ്ലൈക്ക് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക കേട്ടോ. ഗസ്റ്റ് ഒക്കെ പെട്ടെന്ന് പറയാതെ, ഗസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിഥി എന്നുള്ളൊരു മീനിങ്ങിൽ ജസ്റ്റ് ഓർക്കുക. അപ്പോൾ പറയാതെയൊക്കെ ഗസ്റ്റ് വരുവാണെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഡിസ്ഗസ്റ്റ്, ഡിസ്ലൈക്ക് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് ക്യുവർ. ക്യുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രേഞ്ച്, ഓഡ് എന്നുള്ളതാണ് സിനോണിം. മീനിങ് എന്താ? സംതിങ് സ്ട്രേഞ്ച് ഓർ ഓഡ്, അതാണ് ക്യുവറിൻ്റെ മീനിങ്. അപ്പോൾ എങ്ങനെ ഓർത്തിരിക്കാം? സ്ട്രേഞ്ച് അല്ലെങ്കിൽ ഓഡ്, ക്യുവർ നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഇപ്പോൾ ക്യുവർ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രേഞ്ച് പേഴ്സൺ നമ്മൾ പഠിച്ചതാണേ. അപ്പോൾ ക്യുവർ ഫിഷ് എന്ന് പറയുമ്പോൾ സ്ട്രേഞ്ച് പേഴ്സൺ. ഒരു ഫിഷ് പോയിട്ട് ഒരു ക്യൂവിൽ നിൽക്കുവാണെങ്കിൽ അത് ഭയങ്കര സ്ട്രേഞ്ച് ആണെന്ന് നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാലോ. ക്യുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രേഞ്ച് ആണ്. അടുത്തത് ഗ്വീൽ. ഗ്വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിങ്, ക്രാഫ്റ്റിനെസ് എന്നൊക്കെയാണ് അതിൻ്റെ സിനോണിം. മീനിങ് എന്താ? സ്ലൈ ഓർ കണ്ണിങ്, ഇൻ്റലിജൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുയിൽ എന്നെടുക്കാം കേട്ടോ. ഗ്വീൽ എന്നുള്ളതിനെ കുയിലായിട്ട് നമുക്ക് ഓർക്കാം. അപ്പോൾ ഈ കുയിലിൻ്റെ പാട്ടെന്നൊക്കെ പറയുന്നത് എന്താ? ആര് കേട്ടാലും ഒന്ന് കണ്ണ് വയ്ക്കും അല്ലേ, അങ്ങനത്തെ ഒരു പാട്ടാണ്. അപ്പോൾ കണ്ണിങ്, അത് നമുക്ക് ജസ്റ്റ് അങ്ങനെ ഓർക്കാൻ പറ്റുമോ? കുയിലിൻ്റെ പാട്ട് ആര് കേട്ടാലും കണ്ണ് വയ്ക്കുന്ന പാട്ടാണ് അല്ലേ, കുയിലിൻ്റെ നാദം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഗ്വീൽ, കണ്ണിങ് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കാം. ഇനി ക്യുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. എന്താ? ക്യൂ വെച്ചിട്ട് അല്ലേ. നമ്മളെ മദ്യത്തിൻ്റെ ഷോപ്പിലൊക്കെ എന്താണ് ക്യൂ നിന്ന് കഴിഞ്ഞിട്ട് മദ്യം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഷിവർ ചെയ്യും. ഷിവർ ഷെയ്ക്കൊക്കെയാണ് ക്യുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ട്രംബിൾ അല്ലേ, ട്രബിൾ ആണെന്നൊക്കെ പഠിച്ചില്ലേ. അപ്പോൾ ക്യുവർ എന്താ? ഷിവർ, ട്രംബിൾ എന്നുള്ള മീനിങ് ഒക്കെയാണ് വരുന്നത്. അടുത്തത് ഹേറ്റ്രഡ് എന്ന് പറയുന്നത് ഇൻറ്റൻസ് ഡിസ്ലൈക്ക്, ഹെയ്റ്റ് എന്നുള്ള മീനിങ് ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ സിനോണിം പഠിച്ചു വയ്ക്കുക. കണ്ടംപ്റ്റ്, ഹെയ്റ്റ്. ഹേറ്റ്രഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയ്റ്റ് ഓർക്കാലോ, കണ്ടംപ്റ്റ്. ഓക്കെ. അടുത്തത് ഷോവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ട്രോങ് പുഷാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സിനോണിം പുഷ്, ത്രസ്റ്റ്. എങ്ങനെ നമുക്ക് ഓർക്കാം? ഇപ്പോൾ ഷോവ് എന്നെടുക്കുമ്പോൾ നമുക്ക് ഷോ എന്നെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി നമ്മുടെ മുന്നിൽ കിടന്ന് ഭയങ്കര ഷോ കാണിക്കുകയാണെന്ന് വിചാരിക്കാം. നമുക്ക് എന്ത് തോന്നും? പിടിച്ചൊരു പുഷ് കൊടുക്കാൻ തോന്നും അല്ലേ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർക്കാം കേട്ടോ. ഭയങ്കരമായിട്ട് നമ്മുടെ മുന്നിൽ കിടന്ന് ഭയങ്കര ഷോ കാണിക്കുന്ന ഒരാളെ പിടിച്ച് നമുക്കൊന്ന് ഒരു പുഷ് കൊടുക്കാൻ വേണ്ടി തോന്നും എന്നുള്ള രീതിയിൽ ഷോവ് എന്താണ്? പുഷാണ്, ഓർത്തിരിക്കാം. അടുത്തത് ഷാക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെറ്റർ, മെനാക്കിൾ എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ വരുന്നത് സിനോണിം വരുന്നത്. മീനിങ് എന്താ? എ പെയർ ഓഫ് മെറ്റൽ റിങ്സ് കണക്റ്റഡ് ബൈ എ ചെയിൻ. ഒരു ചെയിൻ വെച്ച് കണക്ട് ചെയ്തിട്ടുള്ള മെറ്റൽ റിങ്ങിനെയാണ് ഷാക്കിൾസ് എന്ന് പറയുക കേട്ടോ. ഷാക്കിൾസ്. അപ്പോൾ ഫെറ്റർ, മെനാക്കിൾ, ജസ്റ്റ് ഓർക്കുക കേട്ടോ. ഷാക്കിൾസ് എന്താണ്? ഫെറ്റർ, മെനാക്കിൾ എന്നുള്ളതൊക്കെയാണ് സിനോണിം വരുന്നത്. അടുത്തത് ഷീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കവർ ദാറ്റ് ഫിറ്റ്സ് ക്ലോസ്ലി ഓവർ എ നൈഫ് ഓർ സ്വാഡ്. ഷീത്ത് എന്താണെന്നറിയാലോ. അപ്പോൾ ഒരു കവർ, നമ്മളിപ്പോൾ മൈലിൻ ഷീത്തൊക്കെ നമ്മൾ ബയോളജിയിൽ പഠിക്കുന്നില്ലേ. അപ്പോൾ അത് ഓർത്താൽ മതി. ഒരു കവറിങ് ആണ് അല്ലേ, കവറിങ് ആണ് ഷീത്ത്, കവർ എന്നുള്ളൊരു മീനിങ്ങിൽ എടുക്കാം. ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ പറയാം. സബ്സിഡി എന്താണ്? അലോയൻസ്, എയ്ഡ് നമുക്ക് അറിയുന്നതാ. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്നെസ്, നിയർനെസ് എന്നുള്ളൊരു മീനിങ് ആണ്. ഡിസ്ഗസ്റ്റ് എന്താണ്? ഡിസ്ലൈക്ക് ആണ്. ഗസ്റ്റ് ഒന്നും വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിളിക്കാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല, ഡിസ്ലൈക്ക് ഓർത്തിരിക്കാം. ക്യൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ക്യൂർ ഫിഷ് വെച്ച് സ്ട്രെയിൻസ് എന്നല്ലേ, ഒരു ഫിഷ് ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ അത് സ്ട്രെയിഞ്ച് ആണെന്നുള്ള രീതിയിൽ നമ്മൾ ഓർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യൂർ, സ്ട്രെയിഞ്ച്. ഗ്വീൽ എന്താണ്? കണ്ണിങ് ആണ്. അപ്പോൾ കുയിലിൻ്റെ പാട്ടൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ കണ്ണ് വയ്ക്കുന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർക്കുക. ക്യൂർ എന്താണ്? ക്യൂവിൽ നിന്നിട്ട് മദ്യം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഷിവർ ചെയ്യും അല്ലേ. അപ്പോൾ ഷിവർ അത് ട്രബിളാണ്, ട്രംബിൾ. ദെൻ ഹേറ്റ്രഡ് എന്താണ്? കണ്ടംപ്റ്റ് അല്ലെങ്കിൽ ഹെയ്റ്റ് ആണ്. ഷോവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷാണ്. ഇങ്ങനെ ഓർത്തത്? ഒരാൾ നമ്മുടെ മുന്നിൽ കിടന്ന് ഷോ കാണിക്കുമ്പോൾ നമുക്ക് പുഷ് കൊടുക്കാൻ തോന്നും. അടുത്തത് ഷാക്കിൾസ് എന്താണ്? ഫെറ്റർ അല്ലെങ്കിൽ മെനാക്കിളാണ്. ദെൻ ഷീത്ത് എന്ന് പറയുന്നത് ഒരു കവറാണ്. ഓക്കെ. നെക്സ്റ്റ് സെനർ എന്ന് പറയുന്നത് സ്പാനിഷ് ടേം ഓഫ് അഡ്രസ് ഈക്വലൻ ടു സർ അല്ലെങ്കിൽ മിസ്റ്റർ എന്ന് വിളിക്കുന്നതിന് സ്പാനിഷ് ടേം ആണ് എന്ത്? ഈ സെനർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം സർ, മിസ്റ്റർ ഒക്കെയാണ് കേട്ടോ. അത് നമുക്ക് സ്പാനിഷ് മസാല എന്ന് പറഞ്ഞിട്ട് ദിലീപിൻ്റെ ഒരു മൂവി ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ അവിടെ അവർ ജോലിക്ക് പോകുന്ന അല്ലേ, സ്പാനിഷിൽ അവിടെ ജോലിക്ക് പോകുന്ന എന്താ വീട്ടിലെ അല്ലെങ്കിൽ നായികനെ വിളിക്കുന്നത് അല്ലേ, സെനിയോർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് കേട്ടിട്ടില്ലേ. അപ്പോൾ മിസ്റ്റർ അല്ലെങ്കിൽ സർ, മാഡം എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ് അവിടെ സെനർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർക്കുക കേട്ടോ. സർ ഓർ മിസ്റ്റർ എന്നുള്ളൊരു മീനിങ് ആണ് സെനർ. അടുത്തത് റെസ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബിഗിൻ ഓർ കണ്ടിന്യൂ ആഫ്റ്റർ ആൻ ഇൻറ്ററപ്ഷൻ. അപ്പോൾ അതിൻ്റെ സിനോണിമാണ് റീസ്റ്റാർട്ട്. റെസ്യൂം നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് പ്ലേ ചെയ്തിട്ട് അത് വീണ്ടും റെസ്യൂം കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ റെസ്യൂം കൊടുത്തു കഴിഞ്ഞാലല്ലേ അത് വീണ്ടും തുടങ്ങുന്നത്. അപ്പോൾ ടു ബിഗിൻ ഓർ കണ്ടിന്യൂ എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ് റെസ്യൂം, റീസ്റ്റാർട്ട്. അടുത്തത് റിഫ്രെയിൻ സ്റ്റോപ്പ് വൺ ഫ്രം ഡൂയിങ് സംതിങ്. നോക്കുക, റിഫ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് വൺ ഫ്രം ഡൂയിങ് സംതിങ് എന്നുള്ളതാണ് കേട്ടോ. അബ്സ്റ്റെയിൻ, ഡെസിസ്റ്റ് എന്നൊക്കെയാണ്
അവിടെ വരുന്ന സിനോണിം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഓർക്കാം? ഇപ്പോൾ റിഫ്രെയിൻ എന്ന് പറയുമ്പോൾ അത് സ്റ്റോപ്പ് വൺ ഫ്രം ഡൂയിങ് സംതിങ് ആണ് അല്ലേ. അപ്പോൾ ഈ റെയിൻ നമുക്കിത് ജസ്റ്റ് വേർഡ് ഓർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ റെയിൻ ഉണ്ട് അല്ലേ. അപ്പോൾ റിഫ്രെയിൻ എന്നാണ്. അപ്പോൾ ഈ റെയിൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ, മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഡ്രസ്സിലൊക്കെ സ്റ്റെയിൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഇളകി പോകും അല്ലേ. അപ്പോൾ മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ അപ്പോൾ റിഫ്രെയിൻ, അബ്സ്റ്റെയിൻ എന്ന് നമുക്ക് ഓർക്കാൻ പറ്റുമോ? മഴയത്ത് നമ്മുടെ സ്റ്റെയിനൊക്കെ ഇളകി പോകും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർക്കാം കേട്ടോ. അപ്പോൾ റിഫ്രെയിൻ എന്താണ്? അബ്സ്റ്റെയിൻ, ഡെസിസ്റ്റ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് റെയർ. റെയർ എന്ന് പറയുന്നത് ദ ബാക്ക് പാർട്ട് ഓഫ് ആൻ ഒബ്ജെക്റ്റ്, വെഹിക്കിൾ ഓർ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിൻ്റെയോ വെഹിക്കിളിൻ്റെയോ ഒക്കെ ബാക്ക് പാർട്ടിനെയാണ് നമ്മൾ റെയർ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ക് ആണ്, ബാക്ക്. റിയർ എന്താണ്? ബാക്ക് കേട്ടോ, ഓർത്തിരിക്കുക. അടുത്തത് റാഷണലിസ്റ്റ്. റാഷണലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹു ട്രൈസ് ടു ഫൈൻഡ് ലോജിക്കൽ റീസൺസ് ആണ് റാഷണലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സിനോണിം എന്താ? അഗ്നോസ്റ്റിക്, സിനിക് എന്നുള്ളതൊക്കെയാണ് കേട്ടോ. അഗ്നോസ്റ്റിക്, സിനിക് ഒക്കെയാണ് റാഷണലിസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ സിനോണിം. അഗ്നോസ്റ്റിക്, റാഷണലിസ്റ്റ്. അടുത്തത് ഡിസിൻട്രസ്റ്റഡ്. ഡിസിൻട്രസ്റ്റഡ് എന്ന് പറയുന്നത് നോട്ട് ഇൻഫ്ലുവൻസഡ് ബൈ കൺസിഡറേഷൻസ് ഓഫ് പേഴ്സണൽ അഡ്വാൻറ്റേജ്. അതാണ് ഡിസിൻട്രസ്റ്റഡ് എന്ന് പറയുന്നത്. അതിൻ്റെ സിനോണിമാണ് ഇംപാർഷ്യൽ, അൺബയസ്ഡ് ഒക്കെ കേട്ടോ. ഇംപാർഷ്യൽ, അൺബയസ്ഡ്. ഡിസ്ഇൻട്രസ്റ്റഡ്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട്, നമുക്കൊരു ഇൻട്രസ്റ്റും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ പങ്കെടുക്കുമോ? ഇല്ല. അപ്പോൾ ഇംപാർഷ്യൽ എന്നുള്ളതിൽ പാർട്ടി എന്നുള്ളത് ജസ്റ്റ് എടുക്കാം കേട്ടോ. നമ്മൾ പാർട്ടിയിലൊന്നും പങ്കെടുക്കത്തില്ല. ഡിസിൻട്രസ്റ്റഡ് ആണല്ലോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മൾ പാർട്ടിയിലൊന്നും പങ്കെടുക്കത്തില്ല എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർക്കുക. ഡിസിൻട്രസ്റ്റഡ്, ഇംപാർഷ്യൽ ആണ് കേട്ടോ. അൺബയസ്ഡ്. ഇനി ബാഫിൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് അല്ലെങ്കിൽ ബിവിൽഡേർഡ് എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ സിനോണിം. മീനിങ് എന്താ? ടോട്ടലി ബിവിൽഡേർഡ് ഓർ പെർപ്ലെക്സ്ഡ് എന്നുള്ളതാണ് ബാഫിൾഡിൻ്റെ മീനിങ്. അപ്പോൾ ബാഫിൾഡ് എന്ന് പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ. കൺഫ്യൂസ്ഡ്. ബാഫിൾഡ് എന്താണ്? കൺഫ്യൂസ്ഡ്. അടുത്തത് ഗ്രേവ് എന്ന് പറയുമ്പോൾ യൂസ്ഡ് ഫോർ എംഫസൈസിങ് ഹൗ സീരിയസ് സംതിങ് ഈസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓർക്കാം ഗ്രേവ് യാർഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സീരിയസ്നെസ്സോടുകൂടി നിൽക്കേണ്ട ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ജസ്റ്റ് ഓർത്തൂടെ. ഗ്രേവ് എന്ന് പറയുമ്പോൾ സീരിയസ്, ഡിസ്ട്രസ്സിങ് എന്നുള്ളത് ഓർത്തിരിക്കാം. അടുത്തത് പർഷ്യൂർ എന്ന് പറയുന്നത് എ പേഴ്സൺ ഹൂ ഈസ് ചേസിങ് സംബഡി. ചേസർ എന്നുള്ളതാണ് സിനോണിം. ഓക്കെ, അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് പർഷ്യൂർ എന്ന് പറയുന്നത് ചേസർ. എങ്ങനെ ഓർക്കാം? ഇപ്പോൾ ഒരാളുടെ പേഴ്സൊക്കെ നമ്മൾ അടിച്ചുകൊണ്ട് പോയി എന്ന് വിചാരിക്കുക. അവർ നമ്മൾ എന്ത് ചെയ്യും? ചേസ് ചെയ്ത് കണ്ടുപിടിക്കും അല്ലേ. അപ്പോൾ പേഴ്സൊക്കെ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചേസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന രീതിയിൽ പർഷ്യൂർ എന്താണ്? ചേസർ. അടുത്തത് പ്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ. പ്രാങ്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രിക്ക് അല്ലെങ്കിൽ ജോക്ക്, ആൻറ്റിക് എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ് പ്രാങ്ക്. പ്ലേഫുൾ ഓർ മിസ്ചീവസ് ട്രിക്ക് അല്ലേ. മറ്റുള്ളവരെ പ്രാങ്ക് ചെയ്യുക എന്നുള്ളത് നമുക്കിപ്പോൾ സ്ഥിരം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ പ്രാങ്ക് എന്താണ്? ട്രിക്ക് അല്ലെങ്കിൽ ജോക്ക്, ആൻറ്റിക് ഒക്കെ നമുക്ക് ഓർക്കാം. ഇനി അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഓർക്കാം. ഇപ്പം നമ്മൾ റാങ്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, PSCയിൽ റാങ്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചില ട്രിക്സും ജോക്സൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ കോഡ് വെച്ചിട്ടല്ലേ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതൊരു ശരിയായ രീതിയിലല്ലല്ലോ നമ്മൾ പഠിക്കുന്നത്. ഒരു ട്രിക്കും ജോക്കൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്? റാങ്ക് കിട്ടാനാണ് അല്ലേ. അപ്പോൾ പ്രാങ്ക് മീൻസ് ട്രിക്ക്, ജോക്ക്, അങ്ങനെ ജസ്റ്റ് ഓർക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും വേർഡ്സ് ഒന്നുകൂടെ പറയാം. സെനർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പാനിഷ് ടേം ആണ് അല്ലേ. സർ, മിസ്റ്റർ എന്ന് പറയുന്നതിന്. അപ്പോൾ സർ, മിസ്റ്റർ എന്നുള്ളതാണ് സിനോണിം. റെസ്യൂം എന്ന് പറഞ്ഞാൽ റീസ്റ്റാർട്ട് അറിയാം. റിഫ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സ്റ്റെയിൻ. നമ്മൾ പറഞ്ഞു റെയിനിൽ പോയി കഴിഞ്ഞാൽ സ്റ്റെയിനൊക്കെ ഇളകും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർക്കാം. റിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്. റാഷണലിസ്റ്റ്, അഗ്നോസ്റ്റിക്, സിനിക്. ഡിസിൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപാർഷ്യൽ. നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് ഇല്ലാതില്ലെങ്കിൽ നമ്മൾ പാർട്ടിയിൽ പോയില്ല. ഇംപാർഷ്യൽ, അൺബയസ്ഡ്. ബാഫിൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ്. ഗ്രേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ്. അപ്പോൾ എങ്ങനെ? ഗ്രേവ് യാർഡ് എന്ന് പറഞ്ഞാൽ സീരിയസ്നെസ്സോട് കൂടിയിട്ട് നിൽക്കേണ്ട സ്ഥലമാണ്. പർഷ്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേസർ. പേഴ്സൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചേസ് ചെയ്ത് കണ്ടുപിടിക്കും എന്നുള്ള രീതിയിൽ ഓർക്കാം. പ്രാങ്ക് എന്താണ്? ട്രിക്ക് അല്ലെങ്കിൽ ജോക്കാണ് അല്ലേ. ഓക്കെ, അടുത്ത വേർഡ്സ് നോക്കാം. പെർസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കണ്ടിന്യൂ ടു ഡു സംതിങ് ആണ്. കണ്ടിന്യൂ, പെർസിയവർ എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ സിനോണിം. പെർസിസ്റ്റ് എന്താണ്? കണ്ടിന്യൂ ആണ് കേട്ടോ. പെർസിസ്റ്റ്, കണ്ടിന്യൂ. അടുത്തത് പെർജുവർ എന്ന് പറയുന്നത് ടു ടെൽ ആൻ അൺട്രൂത്ത് വിൽഫുള്ളി. അതായത് നമ്മൾ നുണ പറയത്തില്ലേ, അതിനെയാണ് പെർജുവർ എന്ന് പറയുന്നത്. ലൈ ആണ് പെർജുവർ. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ഓർത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെർജുവർ എന്ന് പറയുമ്പോൾ ഇവിടെ SURE ആണെങ്കിൽ അവിടെ എന്താ? ഷുവർ ആയിരിക്കും അല്ലേ. അപ്പോൾ അവിടെ ഷുവർ ആയിട്ടുള്ള കാര്യമായിരുന്നെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞേനെ? സത്യം പറഞ്ഞേനെ അല്ലേ. ഷുവർ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞേനെ. പക്ഷേ ഇത് ഷുവർ അല്ല, അത് ജുവർ ആണ് അല്ലേ. അതായത് ഷുവർ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? നുണ പറഞ്ഞു. ലൈ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർക്കുക കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ വേർഡ്സും നമ്മൾ കേൾക്കാത്ത വേർഡ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒരുപാട് വേർഡ്സ് പഠിക്കുമ്പോൾ അത് കൺഫ്യൂസ് ആയി പോവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് പറയുവാണ്. പെർജുവർ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ആണ്. അപ്പോൾ ഇവിടെ ഷുവർ ആയിരുന്നെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞേനെ. അപ്പോൾ ഇവിടെ ഷുവർ അല്ല, ജുവർ ആണ്. സോ നമ്മൾ ലൈ ആണ് നമ്മുടെ എന്താ സിനോണിം വരുന്നത്. അടുത്തത് പാത്തറ്റിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അറൗസിങ് പിറ്റി, എസ്പെഷ്യലി ദോ വൾണറബിലിറ്റി ഓർ സാഡ്നെസ്, അതാണ് മീനിങ് വരുന്നത്.
അപ്പോൾ അതിൻ്റെ സിനോണിം എന്താ? പിറ്റിഫുൾ, ഡിപ്ലോറബിൾ, ഇതൊക്കെയാണ് പത്തറ്റിക്. നമുക്കറിയാം പിറ്റിഫുൾ ആണ് അല്ലേ, പത്തറ്റിക് എന്ന് പറഞ്ഞാൽ പിറ്റിഫുൾ. അടുത്തത് കൺസീൽ. കൺസീൽ എന്ന് പറയുമ്പോൾ പ്രിവെൻറ്റ് ഫ്രം ബീയിങ് നോൺ എന്നുള്ളതാണ് കേട്ടോ. കീപ് സീക്രട്ട് അല്ലെങ്കിൽ ഹൈഡ് സീക്രട്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് ഈ കൺസീൽഡ് ടെൻഡർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ, കോടതിയിലൊക്കെ കൺസീൽഡ് ടെൻഡർ അല്ലെ, ഹൈഡ് ചെയ്തിട്ടുള്ള ഒരു ടെൻഡർ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ കൺസീൽഡ് ടെൻഡർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, സീക്രട്ട് ആയിട്ടായിരിക്കും അല്ലേ. അപ്പോൾ അത് ആ ഒരു രീതിയിൽ ജസ്റ്റ് ഓർത്തൂടെ, കൺസീൽ, ഹൈഡ്, സീക്രട്ട്. അടുത്തത് ഫീബിൾ. ഫീബിൾ എന്ന് പറയുമ്പോൾ ലാക്കിംഗ് ഫിസിക്കൽ സ്ട്രെങ്ത് എസ്പെഷ്യലി ആസ് എ റിസൾട്ട് ഓഫ് ഏജ് ഓർ ഇൽനെസ് ആണ് ഫീബിൾ എന്ന് പറയുന്നത്. അതായത് വീക്ക് ആണ് കേട്ടോ, വീക്ക്. ഫീബിളിൻ്റെ സിനോണിം എന്താണ്? വീക്ക്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഓർത്തിരിക്കാം? ഇപ്പോൾ ഫീബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഫീബ് ഉണ്ട് അല്ലേ, ഫീബ് എന്നുള്ളതിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഫീഡ് എന്നെടുത്തു കേട്ടോ. അപ്പോൾ ഫീഡ് എന്നാവുമ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിന് ഫീഡ് ചെയ്തില്ല എങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വീക്കായി പോകുന്നുള്ള രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്തൂടെ. ഫീബിൾ, വീക്ക് കേട്ടോ. കറക്റ്റ് ടൈമിന് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഫീഡ് ചെയ്തില്ലെങ്കിൽ അവർ വീക്കായി പോകുന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർക്കുക. ഫീബിൾ, വീക്ക്. അടുത്തത് ഹോസ്റ്റൈൽ. ഹോസ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഷോയിങ് ഓർ ഫീലിംഗ് ഒപ്പോസിഷൻ ഓർ ഡിസ്ലൈക്ക് ആണ്. അൺഫ്രണ്ട്ലി എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പോൾ സിനോണിം എന്താ? അൺഫ്രണ്ട്ലി. എങ്ങനെ ഓർക്കാൻ വേണ്ടി പറ്റും? ഹോസ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഹോസ്റ്റൽ ഓർക്കാം. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവിടെ എന്തായാലും നമുക്ക് അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളുണ്ടാവും. റൂംമേറ്റ് എല്ലാവരെയും ചിലപ്പോൾ നമുക്ക് ഹോസ്റ്റലിൽ എല്ലാ ഫ്രണ്ട്സിനെയും ഇഷ്ടമായിരിക്കും, പക്ഷേ ഒരാളെങ്കിലും നമ്മളെ വെറുപ്പിക്കുന്ന ഒരാളുണ്ടാവും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർക്കാം കേട്ടോ. അപ്പോൾ ഹോസ്റ്റലിൽ നമുക്ക് അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളെങ്കിലും കാണും എന്നുള്ള രീതിയിൽ ഹോസ്റ്റൈൽ, അൺഫ്രണ്ട്ലി ജസ്റ്റ് ഓർക്കാലോ. അടുത്തത് ചൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എക്സ്പ്രസ് ഡിസപ്രൂവൽ ഓഫ് സ്കോൾഡ്, റിപ്രോച്ച്. അപ്പോൾ സ്കോൾഡ് എന്നുള്ളതാണ് ചൈഡിൻ്റെ സിനോണിം. അപ്പോൾ ഇതെങ്ങനെ ഓർക്കാൻ വേണ്ടി പറ്റും? ഇപ്പോൾ ചൈൽഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ചൈൽഡ് ഓർക്കാം. ചൈൽഡ് എന്ന് പറയുമ്പോൾ കുട്ടി അല്ലേ. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എപ്പോഴും വികൃതി കാണിക്കുന്നവരാണ് അല്ലേ. അപ്പോൾ കുട്ടികളെ നമുക്ക് എപ്പോഴും സ്കോൾഡ് ചെയ്യാനേ സമയം ഉണ്ടാവുള്ളൂ അല്ലെ, വഴക്ക് പറയാനേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിൽ ചൈൽഡ്, സ്കോൾഡ് ഓർക്കാലോ. അപ്പോൾ ചൈൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് സ്കോൾഡ് ചെയ്യുന്ന ആളുകളാണ് ചൈൽഡ്. ആ രീതിക്ക് ചൈൽഡ്, സ്കോൾഡ് ഓർക്കുക കേട്ടോ. അടുത്തത് ഹോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറഗൻ്റ്ലി സുപ്പീരിയർ ആൻഡ് ഡിസ്ഡെയിൻഫുൾ. അതായത് അറഗൻറ്റ്, സ്നോബിഷ് എന്നുള്ളവരൊക്കെയാണ് സിനോണിം വരുന്നത് കേട്ടോ. അപ്പോൾ അറഗൻറ്റ് എങ്ങനെ നമുക്ക് ഓർക്കാം? കുറച്ച് നോട്ടി ആയിട്ടുള്ള ആളുകളായിരിക്കും ഭയങ്കര അറഗൻ്റ് ആയിട്ട് പെരുമാറുക അല്ലേ. ഹോട്ടി എന്നുള്ളത് നോട്ടി ആയിട്ട് എടുക്കുക. അപ്പോൾ നോട്ടി ആയിട്ടുള്ള ആളുകളായിരിക്കും അറഗൻ്റ് ആയിട്ട് ഉണ്ടാവുക എന്നുള്ള രീതിയിൽ ഹോട്ടി, അറഗൻറ്റ് ഓർക്കുക കേട്ടോ. അടുത്തത് അബ്സേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡിക്കുലസ്, ഇഡിയോറ്റിക് എന്നുള്ളതൊക്കെയാണ് സിനോണിം. വൈഡ്ലി അൺറീസണബിൾ, ഇലോജിക്കൽ ഓർ ഇൻഅപ്രോപ്രിയേറ്റ് എന്നുള്ളതാണ് കേട്ടോ മീനിങ്. അപ്പോൾ റിഡിക്കുലസ് അല്ലെങ്കിൽ ഫൂളിഷ് എന്നുള്ള മീനിങ് ഒക്കെയാണ് അബ്സേർഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ അബ്സേർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ AB ഉണ്ട് അല്ലേ, AB, ഇവിടെ D ഒക്കെ ഉണ്ട്, ഇവിടെ നോക്കിയൊക്കെ SUR ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഷുവർ ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ ABCD ഒക്കെ അറിയാത്ത ആളുകൾ ഷുവറായിട്ടും എങ്ങനെയുള്ള ആളായിരിക്കും? റിഡിക്കുലസ് അല്ലെങ്കിൽ ഒരു ഇഡിയറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഫൂളിഷ് ആയിരിക്കും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്തൂടെ. അബ്സേർഡ് കേട്ടോ, അബ്സേർഡ്. ആ വേർഡിൻ്റെ ഉള്ളിലോട്ട് പോവാം. നമുക്ക് ജസ്റ്റ് ഒരു ഓപ്ഷൻ കാണുമ്പോൾ ഓർമ്മ വരാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ അബ്സേർഡ് ആണ് അല്ലേ. അപ്പോൾ ABCD ഒക്കെ അറിയാത്തവർ ഷുവറായിട്ടും എന്താ? ഒരു ഫൂളാണെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർക്കാം. നെക്സ്റ്റ് വേർഡ് നോക്കാം, ക്യൂരിയോസിറ്റി എന്താണ്? സ്ട്രോങ് ഡിസയർ ടു നോ ഓർ ലേൺ സംതിങ് അല്ലേ. ഇൻക്യൂസിറ്റീവ്നെസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈഗർനെസ്, ഇൻക്യൂസിറ്റീവ്നെസ് തന്നിട്ട് അതിൻ്റെ സിനോണിം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്യൂരിയോസിറ്റി നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും? ഇവിടെ ഇൻക്യൂസിറ്റീവ്നെസ് എന്നുണ്ട് അല്ലേ. അപ്പോൾ ഇൻക്യൂസ് എന്നുണ്ട് അല്ലേ, ക്യൂസ്. അപ്പോൾ നമുക്ക് ക്യൂസ് എടുക്കാം. നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ക്യൂസ് കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവത്തില്ലേ. അപ്പോൾ അങ്ങനെ ക്യൂസ് കോമ്പറ്റീഷനൊക്കെ ചേരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും അല്ലേ. എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക, ആർക്കാണ് ഫസ്റ്റ് ലഭിക്കുക, അല്ലെങ്കിൽ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും അടുത്ത ചോദ്യം എന്താണ് എന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ്. ക്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും നമുക്ക് അല്ലേ. അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്തൂടെ. ക്യൂരിയോസിറ്റി, ഇൻക്യൂസിറ്റീവ്നെസ്. ഓക്കെ, അപ്പോൾ ക്യൂസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർക്കാം. അപ്പോൾ ഇൻക്യൂസിറ്റീവ്നെസ് എന്താണ്? ക്യൂരിയോസിറ്റി. ഇത്രയും കിട്ടിയോ? ഒന്നുകൂടെ പറയാം. പേഴ്സിസ്റ്റ് എന്താണ്? കണ്ടിന്യൂ അല്ലെങ്കിൽ പെർസ്യൂവർ നമുക്കറിയാം. പെർജ്വർ, ലൈ. എങ്ങനെ ഓർത്തേ? പെർജ്വർ എന്നാണ് അല്ലേ. അപ്പോൾ ഷുവർ ആണെങ്കിൽ നമ്മൾ സത്യം പറയും. അപ്പോൾ ഇവിടെ ജ്വർ ആണ്, ഇപ്പോൾ ലൈ ആണ്. ദെൻ പത്തറ്റിക്, പിറ്റിഫുൾ. കൺസീൽഡ് ടെൻഡർ ഓർക്കാൻ പറഞ്ഞു. ഹൈഡ്, സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുന്നതായിരിക്കും. ദെൻ ഫീബിൾ എന്നുള്ളത് ഫീഡ് എടുക്കുക. ഫീഡ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര വീക്കായി പോകുന്നുള്ള രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്യാം. ഹോസ്റ്റൈൽ എന്ന് പറയുമ്പോൾ എന്താ? ഹോസ്റ്റലിൽ നമുക്ക് അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളുണ്ടാവും എന്നല്ലേ ഓർക്കാൻ പറഞ്ഞത്. അപ്പോൾ ഹോസ്റ്റൈൽ എന്ന് പറയുമ്പോൾ അൺഫ്രണ്ട്ലി. ചൈൽഡ് എന്ന് പറയുമ്പോൾ ചൈൽഡിനെ ഓർക്കുക. ചൈൽഡിനെ നമ്മൾ എന്ത് ചെയ്യും? ഏത് സമയം നോക്കിയാലും വഴക്ക് പറയും അല്ലേ. അപ്പോൾ സ്കോൾഡ് ഓർക്കുക. ഹോട്ടി നോട്ടി ആയിട്ടുള്ളവർ എങ്ങനെയായിരിക്കും? അറഗൻ്റ് ആയിരിക്കും. അപ്പോൾ അറഗൻ്റ്. അബ്സേർഡ് എന്ന് പറയുമ്പോൾ ABCD അറിയാത്തവർ ഷുവർ ആയിട്ടും എന്തായിരിക്കും? ഒരു റിഡിക്കുലസ്, ഇഡിയറ്റ് അല്ലെങ്കിൽ ഫൂളിഷ് ആയിരിക്കും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർക്കാം. ക്യൂരിയോസിറ്റി. എന്തിനാണ് ക്യൂരിയോസിറ്റി? ക്യൂസിൽ പങ്കെടുക്കുമ്പോൾ അല്ലേ. അപ്പോൾ ഇൻക്യൂസിറ്റീവ്നെസ്. ഓക്കെ, ക്യൂരിയോസിറ്റി കിട്ടിയോ? അടുത്ത വേർഡ് നോക്കാം, ക്ലാൻഡസ്റ്റൈൻ.
ക്ലാൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ് സീക്രട്ട് ഓർ ഡൺ സീക്രട്ടീവ്ലി എസ്പെഷ്യലി ബിക്കോസ് ഇലിസിറ്റ്. അപ്പോൾ അതിൻ്റെ സിനോണിം എന്ന് പറയുന്നത് സീക്രട്ട്, ഫ്യൂട്ടീവ് എന്നുള്ളതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ക്ലാൻഡസ്റ്റൈൻ എന്നല്ലേ. അപ്പോൾ ഇവിടെ ഈ സീ ലാൻഡ് എന്നുണ്ട് അല്ലേ, ലാൻഡ്. അപ്പോൾ ഈ ലാൻഡിൻ്റെ ഇടപാടൊക്കെ നടത്തുന്നവരുണ്ടല്ലോ, ഭൂമി ഇടപാട് അല്ലേ. അപ്പോൾ അതിനെന്താണ് പറയുക, അപ്പോൾ ഈ ഭൂമാഫിയ എന്നൊക്കെ രീതിയിൽ ആ ജസ്റ്റൊക്കെ അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ലാൻഡൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഈ കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നവരൊക്കെ അല്ലേ, സീക്രട്ട് ആയിട്ടല്ലേ ഈ ലാൻഡിൻ്റെ ബിസിനസ്സൊക്കെ നടക്കുന്നത്, സീക്രട്ട് ആയിട്ടാണെന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലാൻഡസ്റ്റൈൻ എന്ന് പറയുമ്പോൾ ലാൻഡ് എടുക്കാം. ലാൻഡ് എന്ന് പറയുന്നത് ഭയങ്കര സീക്രട്ട് ആയിട്ടൊക്കെയാണ് ലാൻഡിൻ്റെ ബിസിനസ്സൊക്കെ നടക്കുക എന്നുള്ള രീതിയിൽ സീക്രട്ട് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് ഒബ്സ്റ്റിനേറ്റ്. ഒബ്സ്റ്റിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫ്യൂസിങ് ചേഞ്ച് യുവർ ഒപ്പീനിയൻസ് വെൻ അതർ പീപ്പിൾ ട്രൈ ടു പെർഷ്യൂഡ് യു ടു ഡു സോ. അപ്പോൾ അതിൻ്റെ സിനോണിം എന്ന് പറയുന്നത് സ്റ്റബേൺ അല്ലെങ്കിൽ അഡമൻറ്റ് ആണ് കേട്ടോ. ഒബ്സ്റ്റിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റബേൺ, അതുപോലെ അഡമൻറ്റ് എന്നുള്ള മീനിങ് ആണ് ഒബ്സ്റ്റിനേറ്റ്, ഓർത്തിരിക്കുക കേട്ടോ. ഒബ്സ്റ്റിനേറ്റ് എന്താണ്, സ്റ്റബേൺ, അഡമൻറ്റ്. അടുത്തത് മോൺഫുൾ. മോൺഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറോഫുൾ ആണ്, ഡോൾഫുൾ, സോറോഫുൾ എന്നുള്ളതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഡോൾഫുളും സോറോഫുളും കൂടെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് സോറോ എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സോറോ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡോളോ എടുത്ത് കഴിക്കും എന്നുള്ള രീതിയിൽ ഡോൾഫുൾ ഓർക്കാലോ. നമ്മൾ സോറോ ആയിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലും വേദന കൊണ്ടാണ് നമ്മൾ സോറോ ആയിട്ടിരിക്കുന്നത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡോളോ എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേദന മാറും എന്നുള്ള രീതിയിൽ സോറോഫുൾ, ഡോൾഫുൾ അത് രണ്ടും കൂടെ കിട്ടില്ലേ. ഇനി അത് രണ്ടും കൂടെ മോൺഫുള്ളായിട്ട് എങ്ങനെ കണക്ട് ചെയ്യും, നമുക്ക് ഭയങ്കരമായിട്ട് വേദനയൊക്കെ വന്ന് ഡോളോ ഒക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് വേദന എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കിടന്ന് കരയും അല്ലേ. കരയാന്നുള്ളതിന് വേറൊരു വേർഡ് പറയത്തില്ലേ, നിന്ന് കിടന്ന് മോങ്ങല്ലേ എന്ന് പറയും അല്ലേ. അപ്പോൾ മോങ്ങല്ലേ എന്ന് പറയുമ്പോൾ മോൺഫുൾ, മോങ്ങുക എന്നുള്ളത് സോറോ, നമ്മൾ ദുഃഖം വരുമ്പോഴാണ് മോങ്ങുക എന്നുള്ള രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്യുക കേട്ടോ. വേറെ കണക്ഷനൊന്നും കിട്ടിയില്ല, എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പരീക്ഷ ടൈമിൽ ഓർമ്മ വരാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ മോൺഫുൾ, സോറോഫുൾ, ഡോൾഫുൾ. ഓക്കെ. അടുത്തത് മെറ്റിൽ എന്ന് പറയുമ്പോൾ ഫോർട്ടിറ്റ്യൂഡ്, കറേജ് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, കറേജ്. അപ്പോൾ ഇതെങ്ങനെ ഓർക്കാം, നമ്മളിപ്പോൾ മെറ്റിൽ എന്നുള്ളത് നമുക്ക് മേട്ടിൽ എന്ന് ജസ്റ്റ് ഇത് വായിക്കാൻ പറ്റില്ലേ അല്ലേ. നമ്മൾ ഈ കാട്ടിലും മേട്ടിലൊക്കെ നമ്മൾ പോകണമെങ്കിൽ നമുക്ക് ഭയങ്കര കറേജ് വേണം അല്ലേ. കാട്ടിലും മേട്ടിലൊക്കെ നമുക്ക് കയറി പോകണമെങ്കിൽ നമുക്ക് ഭയങ്കര കറേജ് വേണം എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർക്കാം കേട്ടോ. മേട്ടിൽ, കാട്ടിലും മേട്ടിൽ എന്ന് പറഞ്ഞു അല്ലേ ഞാൻ. അപ്പോൾ മേട്ടിൽ എന്നുള്ളത് മെറ്റിൽ എന്നുള്ളത് ജസ്റ്റ് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മേട്ടിലൊക്കെ കയറണമെങ്കിൽ നമുക്ക് ഭയങ്കര കറേജ് വേണം. അപ്പോൾ മെറ്റിൽ, കറേജ്. അടുത്തത് പ്ലെത്തോറ. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്ലെത്തോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബണ്ടൻസ്, പ്രൊഫ്യൂഷൻ എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ സിനോണിം. മീനിങ് എന്താ, എ ലാർജ് ഓർ എക്സസീവ് എമൗണ്ട് ഓഫ് സംതിങ്, അതാണ് പ്ലെത്തോറ, അബണ്ടൻസ് എന്ന് പറയുന്നത്. പ്ലെത്തോറ, അബണ്ടൻസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓർക്കാം, ഈ പ്ലെത്തോറ എന്ന് പറയുമ്പോൾ തൊറ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഓർക്കാം, ഈ കടലിൻ്റെ അല്ലെ തൊറ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ തൊറയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ധാരാളമായിട്ട്, അബണ്ടൻസ് ആയിട്ട് അല്ലെ, ധാരാളമായിട്ട് എന്ത് കാണാൻ പറ്റും, നമുക്ക് മീനോ അല്ലെങ്കിൽ എന്താണ് വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണക്ട് ചെയ്യുക. ഭയങ്കര അബണ്ടൻസ് ആണ് അല്ലേ. അപ്പോൾ തൊറ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്ലെത്തോറ, അബണ്ടൻസ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്യുക കേട്ടോ. അടുത്തത് ബാരൻ ലാൻഡ്. ബാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബാരൻ, ഓർത്തിരിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് വിച്ച് ഈസ് ടു പുവർ ടു പ്രൊഡ്യൂസ് എനി വെജിറ്റേഷൻ. നമുക്ക് കൃഷിയോഗ്യമല്ലാത്ത ഭയങ്കര ഇങ്ങനെ തരിശായി കിടക്കുന്ന ഭൂമി ഉണ്ടല്ലോ, അതിനെയാണ് ബാരൻ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ സിനോണിമാണ് സ്റ്റെറൈൽ, ഇൻഫെർട്ടൈൽ, എറിഡ് എന്നൊക്കെ കേട്ടോ. സ്റ്റെറൈൽ, ഇൻഫെർട്ടൈൽ, എറിഡ്. അപ്പോൾ ബാരൻ ലാൻഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെറൈൽ, ഇൻഫെർട്ടൈൽ ആണ്. അടുത്തത് ഫ്രിവോലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഹാവിങ് എനി സീരിയസ് പർപ്പസ് ഓർ വാല്യൂ, അതായത് സില്ലി എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റും, എന്താ, ഫ്രിവോലസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഫ്രീ ഉണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വല്ല വിലയുണ്ടാവോ, സില്ലി ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തന്നെ നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ കാണുവാണ്, അവിടെ ഫ്രീ ആയിട്ട് നോക്കണമെന്ന് പറയുമ്പോൾ ആ ഡോക്ടർക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, അയാളുടെ ചികിത്സ ശരിയല്ല എന്ന് പറയും. അതേസമയം അവിടെ 1000 രൂപ ഫീസ് ഉണ്ട് എന്ന് പറയുമ്പോൾ നല്ല ഫീസാണ് പക്ഷെ നല്ല നോട്ടാണെന്ന് പറയും അല്ലേ. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് എന്താ, ഒന്നിനോടൊരു വില ഉണ്ടാവില്ല, ഒരു സില്ലി ആയിട്ട് നമ്മൾ കാണും എന്നുള്ള രീതിയിൽ ഫ്രിവോലസ്, സില്ലി എന്ന് നമുക്ക് ഓർക്കാം. ഓക്കെ, ഫ്രിവോലസ് എന്താ, സില്ലി, ഫ്രീ ആയിട്ട് കിട്ടിയ കഴിഞ്ഞാൽ നമുക്ക് വില ഉണ്ടാവില്ല, സില്ലി ആയിരിക്കും എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർക്കാം കേട്ടോ. അടുത്തത് അഡപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സ്കിൽഡ് ഓർ പ്രൊഫഷൻ അറ്റ് സംതിങ്, അതായത് എക്സ്പേർട്ട് എന്നുള്ള മീനിങ് ആണ് അഡപ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് അഡപ്റ്റ് ഉണ്ടല്ലേ, അപ്പോൾ ഇവിടെ ഡെപ്ത് എന്ന് നമുക്ക് എടുക്കാമല്ലോ, DEPT, ഡെപ്ത്. അഡപ്റ്റ് എന്ന് പറയുമ്പോൾ ഡെപ്ത് ഓർക്കാം. അപ്പോൾ നമുക്ക് എന്തിനെക്കുറിച്ചും നല്ല ഡെപ്തായിട്ട്, നല്ല ആഴത്തിൽ അറിവുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ എക്സ്പേർട്ട് എന്ന് വിളിക്കുക അല്ലേ. എന്ത് കാര്യത്തെക്കുറിച്ച് നല്ല ഡെപ്തായിട്ട് അറിവുണ്ടെങ്കിൽ അവരെ നമ്മൾ എക്സ്പേർട്ട് എന്ന് വിളിക്കും. അപ്പോൾ അഡപ്റ്റ് എന്താ, എക്സ്പേർട്ടാണ്. ഡെപ്തായിട്ട് അറിവുണ്ടെങ്കിൽ നമ്മൾ എക്സ്പേർട്ടാണെന്നുള്ള രീതിയിൽ ഓർക്കാം. അടുത്തത് അഫ്ലുവൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവിങ് ഗ്രേറ്റ് ഡീൽ ഓഫ് മണി, വെൽത്തി. അപ്പോൾ വെൽത്തി അല്ലെങ്കിൽ റിച്ച് ആണ് എന്ത്, അഫ്ലുവൻറ്റ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് അഫ്ലുവൻറ്റ് എന്നല്ലേ,
അപ്പോൾ ഇവിടെ ഫ്ലുവൻറ്റ് എന്ന് നമ്മൾ ആ വേർഡ് ഒന്ന് എടുക്കാം. അപ്പോൾ ഫ്ലുവൻറ്റ് ആയിട്ട് ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നത് കുറച്ച് റിച്ച് ആയിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ നമ്മൾ സാധാരണക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് ഗ്രാമർ മിസ്റ്റേക്ക് വരുമോ അങ്ങനെയുള്ള പേടിയൊക്കെ കൊണ്ട് നമ്മൾ അധികവും സംസാരിക്കില്ല അല്ലേ. പക്ഷെ കുറച്ച് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ അറിയുന്നവർ ഇത്തിരി കുറച്ചൊരു റിച്ച് ഒരു ലുക്കൊക്കെയാണ് അവർ. ഇംഗ്ലീഷ് സംസാരിച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിച്ച് ഒരു റിച്ച് ലുക്കാണ് അല്ലെങ്കിൽ ഒരു വെൽത്തി ഫീലിംഗ് ആണെന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അഫ്ലുവൻറ്റ് ഓർക്കാൻ വേണ്ടി മാത്രം പറയുവാണ്. ഓക്കെ, വേറെ ഒരു തമാശയ്ക്ക് ആ ഒരു സെൻസിൽ എടുക്കണം കേട്ടോ. അപ്പോൾ അഫ്ലുവൻറ്റ് വെൽത്തി അല്ലെങ്കിൽ റിച്ച് ആണ് അഫ്ലുവൻറ്റ്. ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയുന്നവർ കുറച്ച് റിച്ച് ആയിട്ട് ഒരു റിച്ച് ലുക്കാണെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർക്കാം. അടുത്തത് അഡ്ജേൺ. അഡ്ജേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ഓഫ് വിത്ത് ഇൻറ്റൻഷൻ ഓഫ് റെസ്യൂമിങ് ഇൻ ലേറ്റർ, അതായത് പോസ്റ്റ്പോൺ, നമ്മൾ മാറ്റി വയ്ക്കുക. ഓക്കെ, സസ്പെൻഡ് അല്ലെങ്കിൽ പോസ്റ്റ്പോൺ എന്നുള്ളതാണ് അഡ്ജേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ മാറ്റി വയ്ക്കുന്നത് എന്താണ്, നമ്മുടെ ജേണിയൊക്കെ നമ്മൾ മാറ്റി വയ്ക്കും അല്ലേ. ഒരു യാത്ര നമ്മൾ തീരുമാനിക്കും, പക്ഷേ പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യും. അപ്പോൾ നമ്മുടെ ജേണി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോസ്റ്റ്പോൺ ചെയ്തു എന്നുള്ള രീതിയിൽ അഡ്ജേൺ, പോസ്റ്റ്പോൺ എന്നുള്ളത് ഓർത്തിരിക്കാമല്ലോ. ഓക്കെ, ഇപ്പോൾ ഒന്നുകൂടെ പറയാം. ആദ്യത്തേത് എന്തായിരുന്നു, ക്ലാൻഡസ്റ്റൈൻ. ക്ലാൻഡസ്റ്റൈൻ സീക്രട്ട്. എങ്ങനെ ഓർത്തേ, ക്ലാൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ലാൻഡ് ഉണ്ട്. അപ്പോൾ ലാൻഡിൻ്റെ ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സീക്രട്ടീവ് ആയിട്ടാണ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കാം. ഒബ്സ്റ്റിനേറ്റ്, സ്റ്റബേൺ, അഡമൻറ്റ്. മോൺഫുൾ, സോറോഫുൾ, ഡോൾഫുൾ. എങ്ങനെയാണ് ഓർത്തേ, മോൺഫുൾ എന്ന് പറയുമ്പോൾ മോങ്ങുന്ന എപ്പോഴാണ്, സോറോ, സങ്കടം വരുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ വല്ല വേദനയും സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ഡോളോ കഴിക്കുന്ന രീതിയിൽ ഡോൾഫുൾ. ഓക്കെ, അടുത്ത മെറ്റിൽ ഫോർട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ കറേജ് ആണ് അല്ലേ. അപ്പോൾ മെറ്റിൽ എന്ന് പറയുമ്പോൾ മേട്ടിലും മേട്ടിലൊക്കെ പോകണമെങ്കിൽ കറേജ് വേണം എന്ന് ഓർക്കാം. പ്ലെത്തോറ, തൊറയിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര അബണ്ടൻസ് ഓഫ് അല്ലേ, മീനൊക്കെ ഭയങ്കര അബണ്ടൻസ് ആയിട്ട് കാണാൻ പറ്റുന്നുള്ള രീതിയിലൊക്കെ പ്ലെത്തോറ, അബണ്ടൻസ് ഓർക്കാം. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓർക്കാം, ഈ പ്ലെത്തോറയില്ലേ നമുക്ക് ഓർക്കാൻ വേണ്ടി വേറൊരു കാര്യം ഓർക്കാം കേട്ടോ. എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നാണേ. തൊറ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ചാന്തുപൊട്ട് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ദിലീപിനെ കണ്ടിട്ടില്ലേ, ആ തൊറയിൽ നിന്ന് ഡാൻസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ, ചാന്തുപൊട്ട് സിനിമയിൽ അല്ലേ. ജസ്റ്റ് ആ ഒരു സീനൊന്ന് ഓർത്ത് കഴിഞ്ഞാൽ പ്ലെത്തോറ, അബണ്ടൻസ് ഓർക്കാൻ പറ്റുമോ. ഡാൻസ് ലാസ്റ്റ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ തൊറയിൽ നിന്നിട്ട് ദിലീപ് ഡാൻസ് ചെയ്യുന്നത് ഓർത്താൽ മതി. അപ്പോൾ പ്ലെത്തോറ, അബണ്ടൻസ് നമുക്ക് കിട്ടിക്കോളും. ഓക്കെ, അടുത്തത് ബാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെറൈൽ, ഇൻഫെർട്ടൈൽ ആണ് ബാരൻ ലാൻഡ് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കാം. അടുത്തത് ഫ്രിവോലസ്. നമ്മൾ പറഞ്ഞു ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വില ഉണ്ടാവില്ല അല്ലേ, സില്ലി ആയിരിക്കും എന്നുള്ള രീതിയിൽ സില്ലി ഓർക്കാം. ഫ്രിവോലസ്, സില്ലി. അഡപ്റ്റ് നമുക്ക് ഡെപ്ത് ആയിട്ട് എന്തിനെങ്കിലും കുറിച്ച് അറിവുണ്ടെങ്കിൽ അത് അവർ എക്സ്പേർട്ട് ആയിരിക്കും അല്ലേ. അഡപ്റ്റ്, എക്സ്പേർട്ട്. അഫ്ലുവൻറ്റ് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയുന്നവർ റിച്ച് ലുക്ക് ഉണ്ടാവും, അപ്പോൾ റിച്ച്, വെൽത്തി. അഡ്ജേൺ എന്ന് പറയുമ്പോൾ ജേണി നമ്മൾ എന്ത് ചെയ്യും, മാറ്റി വയ്ക്കും അല്ലേ, പോസ്റ്റ്പോൺ ചെയ്യും എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 50 സിനോണിംസ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ കോഡ്സൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു വേർഡ് കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ ഓർമ്മ വന്ന് നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് ഓരോ മാർക്കിനും അതിൻ്റേതായ വിലയുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഒരു മാർക്കെങ്കിലും നിങ്ങൾക്ക് നമ്മൾ ഈ പറഞ്ഞു തരുന്നതിൽ നിന്നും കിട്ടാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ, നമുക്ക് വളരെ സന്തോഷമാണ്. നമ്മൾ കാരണം ഒരാൾക്കൊരു മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും അത്രയും സന്തോഷമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കോഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള പണിയാണേ. അപ്പോൾ ഇങ്ങനെ ചെറിയ എന്തെങ്കിലുമൊക്കെ കണക്ഷൻസ് ഓരോ വേർഡ് വായിക്കുമ്പോഴും നമ്മൾ എങ്ങനെ കോഡ് ഉണ്ടാക്കാം എന്നുള്ള രീതിക്ക് വായിച്ചിട്ടാണ് ഓരോന്നും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ചില സമയത്തൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞില്ല, ഇപ്പോൾ ദിലീപിൻ്റെ കാര്യമൊക്കെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ അങ്ങനെ പറയുന്നതാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുവാണെങ്കിൽ പഠിക്കുന്ന അത്രയും മാർക്ക് കിട്ടാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന കാര്യമാണ്. ഇനി കോഡ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് പഠിച്ചെടുക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട്, നമ്മൾ ഇനിയും ഇതുപോലെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളവരുണ്ടെങ്കിൽ താഴെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങൾക്ക് എങ്ങനെയുള്ള ക്ലാസ്സുകളാണ് ഇഷ്ടമെന്ന് അറിയുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ ഇടുന്നത്. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ, കോഡ് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്